ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ രക്തക്കുഴലുകളെയും ആർട്ടറീസ് എന്ന് വിളിക്കുന്നു. ആർട്ടറി ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ഒരു രക്തക്കുഴലാണ്. ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി അഥവാ ICA തലച്ചോറിനുള്ളിൽ വിതരണം ചെയ്യുന്നു. മിഡിൽ സെറിബ്രൽ ആർട്ടറി അഥവാ MCA ICAയുടെ ഒരു ശാഖയാണ്. ഇനി ഞങ്ങൾ രോഗി നേരിടുന്ന പ്രശ്നത്തെപ്പറ്റി വിശദീകരിക്കാം. ചില രോഗികൾക്ക് തലച്ചോറിൽ വിതരണം ചെയ്യുന്ന ആർട്ടറീസിൽ കൂടുതൽ കൊഴുപ്പുണ്ട്. കൊഴുപ്പിന്റെ ഒരു ചെറിയ ഭാഗം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങി തലച്ചോറിന്റെ ആർട്ടറീസിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. ഈ രക്തക്കട്ട ചുവന്ന ആർട്ടറിയിൽ തടസ്സം സൃഷ്ടിക്കുകയും തലച്ചോറിന്റെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിർത്തുകയും ചെയ്തേക്കാം. ഡോക്ടർമാർ ഈ പ്രശ്നത്തെ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. ചില രോഗികൾക്ക് ഹൃദയത്തിൽ രക്തം കട്ടപിടിക്കാം. ഇത് തലച്ചോറിലെ ആർട്ടറീസിലേക്ക് രക്തപ്രവാഹത്തിന്റെ ഒപ്പം സഞ്ചരിച്ചെത്താം. ഇത് ആർട്ടറി ബ്ലോക്ക് ചെയ്യുന്നതിനും സ്ട്രോക്ക് ഉണ്ടാക്കാനും കാരണമാകുന്നു. ഏത് ആർട്ടറിയിലാണ് ബ്ലോക്ക് ഉള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി രോഗിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഈ അവസ്ഥ പരിശോധിക്കാനായി 3 തരം ടെസ്റ്റ് ഉണ്ട്. ആർട്ടറിയെ രക്തക്കട്ട ബ്ലോക്ക് ചെയ്യുന്നോ എന്നും ഇത് ഇതുവരെ തലച്ചോറിന് എന്ത് കേടുപാടുകൾ വരുത്തിയെന്നും കണ്ടെത്താൻ ഒരു CT സ്കാൻ ചെയ്യുന്നു. രക്തക്കട്ടയുടെ സ്ഥാനം കണ്ടെത്തുന്നതിന് ഇതിനെ തുടർന്ന് ഒരു CT ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നു. ബാധിത പ്രദേശത്തെ നന്നായി തിരിച്ചറിയുന്നതിനും ഇതുവരെ തലച്ചോറിന് എത്രമാത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് അറിയുന്നതിനും ഒരു MRI സ്കാൻ നടത്താം. തലച്ചോറിന് കൂടുതൽ നാശമുണ്ടാകാതിരിക്കാൻ രോഗിയെ അടിയന്തരമായി ചികിത്സിക്കണം. ഈ സമയത്ത് രക്തക്കട്ട നീക്കം ചെയ്യുന്നതിന് ആർട്ടറി തുറക്കുകയാണെങ്കിൽ അത് രോഗിക്ക് സഹായകരമാകും. രക്തക്കട്ട നീക്കം ചെയ്തില്ലെങ്കിൽ ആർട്ടറിയെ പൂർണ്ണമായും തടയും. ഈ ആർട്ടറി വിതരണം ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗം പ്രവർത്തനം നിർത്തും. തൽഫലമായി രോഗിയുടെ തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഗുരുതരമായ നാശമുണ്ടാകാം. അവരുടെ ജീവൻ അപകടത്തിലാകാം. ഇനി ഞങ്ങൾ ലഭ്യമായ ചികിത്സാ ഓപ്ഷനുകളെപ്പറ്റി വിശദീകരിക്കാം. നിംഹാൻസിൽ ത്രോംബെക്ടോമി എന്ന പ്രക്രിയയിലൂടെ ആർട്ടറിയുടെ ബ്ലോക്ക് മാറ്റുന്നതിന് ഞങ്ങൾ രക്തക്കട്ട നീക്കം ചെയ്യുന്നു. ഇത് സ്ട്രോക്കിനെ നിയന്ത്രിക്കുകയും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. രക്തക്കട്ട നീക്കം ചെയ്യുന്നതിന് ആൻജിയോഗ്രാം ടെസ്റ്റ് ബ്ലോക്കുണ്ടായ ആർട്ടറിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. തുടർന്ന് രക്തം കട്ടപിടിച്ചിരിക്കുന്ന സ്ഥാനം വരെ ഞങ്ങൾ ഒരു കത്തീറ്റർ ട്യൂബ് കടത്തി അത് നീക്കം ചെയ്യുന്നതിന് സക്ഷൻ പ്രയോഗിക്കും. നടപടിക്രമത്തിൽ ഒരു മരുന്ന് രക്തക്കട്ട അലിയിക്കുന്നതിനും ആർട്ടറിയിലെ ബ്ലോക്ക് നീക്കം ചെയ്യുന്നതിനും ആർട്ടറീസിനുള്ളിൽ ഒരു കുത്തിവയ്പ് നടത്താനും ഞങ്ങൾ തീരുമാനിച്ചേക്കാം. ചില രോഗികളിൽ സക്ഷൻ പ്രയോഗിച്ച് രക്തക്കട്ട നീക്കം ചെയ്യാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഒരു സ്റ്റെന്റ് ഉപയോഗിച്ച് ഞങ്ങളത് നീക്കം ചെയ്യാൻ ശ്രമിക്കും. രക്തക്കുഴൽ തുറന്നു വയ്ക്കുന്നതിന് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന പൊള്ളയായൊരു ട്യൂബാണ് സ്റ്റെന്റ്. ആർട്ടറി തുറന്നിരിക്കുകയാണെന്ന് ഉറപ്പാക്കുന്നതിന് സ്റ്റെന്റ് ഞങ്ങൾ അതിനുള്ളിൽ തന്നെ വയ്ക്കേണ്ടതുണ്ട്. നടപടിക്രമത്തിന് ശേഷം രോഗിക്ക് ന്യൂറോളജിക്കൽ കെയർ ആവശ്യമാണ്. അതിനായി ന്യൂറോളജി ICUവിലേക്കോ വാർഡിലേക്കോ മാറ്റും. ഈ ചികിത്സയ്ക്ക് ചില അപകട സാധ്യതകളുണ്ട്. രക്തക്കട്ട നീക്കം ചെയ്യുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി പൊട്ടി ചെറിയ ആർട്ടറീസിലേക്ക് പ്രവേശിച്ച് അവയിൽ തടസ്സം സൃഷ്ടിച്ചേക്കാം. ഇത് തലച്ചോറിനും ശരീരത്തിനും ചില പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഇത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ചില സമയങ്ങളിൽ രക്തക്കട്ട നീക്കം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ ആർട്ടറി അടഞ്ഞു തന്നെയിരിക്കും. രക്തക്കട്ട നീക്കം ചെയ്യുന്നതിലൂടെ തലച്ചോറിന് കൂടുതൽ നാശമുണ്ടാകാതെ തടയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും ഇതിനകമുണ്ടായ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തുന്നതിന് കഴിയില്ല.
എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടാവുകയും രോഗി തലച്ചോറിലോ ശരീരത്തിലോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ രോഗിയുടെ ആശുപത്രി അല്ലെങ്കിൽ ICU വാസം നീണ്ടേക്കാം. രോഗിക്ക് സ്ട്രോക്കിന് കാരണമായ മറ്റ് ഹൃദയസംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഹൃദയപരിചരണം ആവശ്യമായി വന്നേക്കാം. നിംഹാൻസിന് കാർഡിയോളജി വിഭാഗമില്ലാത്തതുകൊണ്ട് രോഗിയെ കാർഡിയാക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് റഫർ ചെയ്യേണ്ടി വരും. രോഗിയുടെ ഹൃദയത്തിന്റെ അവസ്ഥ ചികിത്സയുടെ അന്തിമ ഫലത്തെ ബാധിച്ചേക്കാം. രോഗിയുടെ അവസ്ഥയും അതിനുള്ള ചികിത്സയും മനസ്സിലാക്കാൻ ഈ അവതരണം നിങ്ങളെ സഹായിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.